5-6 ദിവസം നിർത്താതെ മഴ പെയ്തത് കാരണം ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴി കൂടി ഇപ്പം വള്ളത്തിൽ പോകേണ്ട അവസ്ഥ വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു. ഇപ്പോൾ ഇതുവഴി നമ്മൾ വള്ളത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ വീടിൻ്റെയൊക്കെ പകുതിയോളം എത്തിയതുകൊണ്ട് നമ്മളങ്ങ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നോക്കുമ്പോൾ നമ്മുടെ പള്ളികൾ, സെമിത്തേരികളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ താഴ്ന്ന പ്രദേശത്തൊക്കെ നല്ലതായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് മഴവെള്ളം മാത്രമല്ല, നമ്മുടെ ഇവിടെ പെയ്ത മഴവെള്ളം മാത്രമല്ല, ഒഴുകി വന്ന വെള്ളം കൂടെ കൂടിയിട്ടാണ് ഇത്രയും വെള്ളം പോകുന്നത്. കാരണം താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് നല്ലപോലെ വെള്ളം അങ്ങ് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ മാത്രമല്ല, അവിടേക്കുള്ള പ്രായം ചെന്നവർ, കുഞ്ഞുകുട്ടികളെ കൊണ്ടുള്ളവരൊക്കെ അവിടെ നിന്ന് മാറി താമസിച്ചു. പിന്നെ ഇവിടുത്തെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല, അവിടെ തന്നെയൊക്കെ നിൽക്കും കേട്ടോ. പിന്നെ അതുപോലെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും പറഞ്ഞതൊക്കെ വെട്ടുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇതൊരു റോഡായിരുന്നു, ഇപ്പോൾ ഇതൊരു പുഴ പോലെ ആയിട്ടുണ്ട് കേട്ടോ, വലിയൊരു പുഴ പോലെ. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകണമെങ്കിൽ വള്ളത്തെ പോകേണ്ടി വരുന്നു, അത്രയും നല്ലപോലെ വെള്ളം പൊങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. വരുന്ന വഴിക്കും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കയറി വന്ന ഉടനെ ചായയും കടുപ്പത്തോട്ട് വെച്ച് ചായ കുടിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ വീട്ടിൽ കപ്പ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. കപ്പ കയ്യോടെടുത്ത് പുഴുങ്ങാനായിട്ട് അങ്ങോട്ട് കൊത്തിപ്പൊളിക്കാനായിട്ട് മാറ്റി വെച്ചു. അതുപോലെ ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് വരട്ടിയെടുത്ത് കേട്ടോ. നല്ല മഴയും തണുപ്പും ഒക്കെ ആയ സമയത്ത് ഈ ബീഫ് വരട്ടിയതും കപ്പ വേവിച്ചതൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിനായിട്ട് ബീഫ് നല്ലപോലെ അങ്ങ് തേങ്ങ കൊത്തക്കിയിട്ട് അങ്ങോട്ട് വരട്ടിയെടുത്തു. പിന്നെ ഇച്ചിരി ചോറും ബീഫ് ഫ്രൈയും കപ്പയും കൂടി എടുത്തിട്ട് അങ്ങ് കഴിച്ചു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.